ഇത് നമുക്ക് ഈസ്റ്റും ബേക്കിംഗ് സോഡയും ചേർക്കാണ്ട് ചോറും പിന്നെ പച്ചരിയും പിന്നെ തേങ്ങയും ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ തേങ്ങി നോക്കാം. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നിനും ഈസ്റ്റ് ചേർക്കും, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഇതൊന്നും ചേർക്കാണ്ട് തന്നെ ഈ 3 കൂട്ടം സാധനങ്ങൾ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതന്നെ റെഡിയാക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സോണ മസൂർ റൈസിന് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ സാധാരണ അപ്പം ഉണ്ടാക്കാൻ എടുക്കണ ഏത് ടൈപ്പ് റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. മെഷീൻ കപ്പിൽ എടുക്കാമെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുക്കുക. ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ 250 ഗ്രാം എടുക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ചില്ലിൻ്റെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ്സിന് എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ഒരു മെഷീൻ കപ്പിൻ്റെ 1 കപ്പുണ്ട്. അപ്പോൾ റൈസ് ഞാനിവിടെ ഓൾറെഡി ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിരുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂറിൽ കൂടുതൽ വെള്ളത്തിലിട്ട് വെക്കേണ്ട. കാരണം കൂടുതൽ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അരിയുടെ സ്റ്റാർച്ചൊക്കെ ആ വെള്ളത്തിൽ പോകും. അപ്പോൾ അരി വെള്ളത്തിലിടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സോഫ്റ്റായിട്ട് വന്നാലാണല്ലോ നമുക്ക് അരി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ തേങ്ങ വേണം. തേങ്ങ ഞാനിവിടെ ഒരു ചെറിയൊരു തേങ്ങയുടെ 1/4 ഭാഗമാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ചോറാണ്. അത് നമ്മൾ കഴിക്കാനെടുക്കണ ഏത് ടൈപ്പ് ചോറായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ കുത്തരിയുടെ ചോറാണ് എടുത്തേക്കുന്നത്. ഇതൊരു 4 ടേബിൾ സ്പൂൺ ചേർക്കണം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും വേണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങയും ചോറും കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു രാത്രി നമ്മൾ വെക്കും. അപ്പോൾ അങ്ങനെ ഒരു രാത്രി ഇരുന്ന് കഴിയുമ്പോൾ ഈ തേങ്ങയും ചോറും കൂടിയിട്ട് ഈ മാവിനെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ അരി അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് തേങ്ങ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ വെള്ളത്തിൽ അരച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ അരച്ചിട്ടെടുക്കുക. സാധാരണ വെള്ളത്തിൽ അരച്ചെടുത്താലും അപ്പം നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ചും ഹോൾസൊക്കെ ആയിട്ട് വരും. അപ്പോൾ തേങ്ങ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ പച്ചവെള്ളത്തിലാണ് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് കുതിർത്തി വെച്ചേക്കണ അരി ചേർക്കുക. ഇതിലേക്ക് തേങ്ങ ചേർക്കുക. തേങ്ങ ഞാനിവിടെ ഇതേപോലെ കയ്യിൽ ഇങ്ങനെ എല്ലാ വിരലുകളും കൂട്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ നിറച്ചിട്ട് ഒരു പിടി ചേർക്കുക, ഒരു പിടി കൂടിയും ചേർക്കുക. ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരണ്ടിയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തേങ്ങയുടെ 1/4 ഭാഗം എടുക്കുക. അപ്പോൾ തേങ്ങ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ടേബിൾ സ്പൂണിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തേങ്ങ ഉണ്ടാവും. അത് ഇതിലേക്ക് ചോറ് ചേർക്കുക. ചോറ് ഞാനിവിടെ ഇതേപോലെ ടേബിൾ സ്പൂണിലാണ് എടുക്കുന്നത്. ഇതേപോലെ ടേബിൾ സ്പൂണിൽ ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 5 അല്ലെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ ചേർക്കുക. പിടിക്കണക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 പിടി ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പച്ചരി അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ തേങ്ങ വെള്ളത്തിലാണ് അരച്ചിട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തേങ്ങ വെള്ളത്തിൽ അരച്ചിട്ടെടുക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കുക. ഈ അരി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കണ്ട. ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തിൻ്റെ അടുത്ത് മാത്രം വെള്ളം മതിയാവും. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മാവ് കണ്ടോ ഇതേപോലെ ഇനി നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഈ മാവ് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിലെ വെതറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈകിട്ട് ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് സാധാരണ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് വെക്കണ പോലെ മാവ് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരില്ല, പക്ഷെ മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ദോശമാവൊക്കെയും പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണ പോലെ ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വെക്കണം. എന്നാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മാവ് ഇനി ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ ആ ചോറും പിന്നെ തേങ്ങയും കൂടിയും ചേർത്തത് കൊണ്ടാണ് ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പതിഞ്ഞ പോലെ ഇങ്ങനെ വന്നേക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കുക. ഇത് വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് പാനിൽ കോരി ഒഴിച്ചിട്ട് വെള്ളയപ്പം പോലെ ചുട്ടിട്ടെടുക്കുക, അല്ലെങ്കിൽ അപ്പച്ചട്ടി ഉണ്ടല്ലോ അതിനകത്ത് കോരി ഒഴിച്ചിട്ട് പാലപ്പം പോലെയും ചുട്ടിട്ടെടുക്കുക. ഇനി അപ്പം ഞാനിവിടെ ദോശക്കല്ലിലാണ് ചുട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അതിന് വേണ്ടിയിട്ടൊരു ദോശക്കല്ല് വെച്ചിട്ട് ചൂടാക്കുക. അത് കുറച്ച് എണ്ണ ഒന്ന് തൂത്തിട്ട് അതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അത് ഓരോ പ്രാവശ്യം മാവ് ഒഴിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല സൗണ്ട് വരണം. ഇതേപോലെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഒഴിച്ച് വഴിക്കാൻ തീ കുറച്ച് വെക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഹോൾസ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ തീ കുറച്ചിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് മൂടി വയ്ക്കുകയാണ്. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇതിനകത്ത് എന്തോരം ഹോൾസ് വന്നേക്കണെന്നുള്ളത്. കണ്ട, പിന്നെ ഈ അപ്പം ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ചേർക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വെതറിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വൈകിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും ഇതേപോലെ മാവ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ നല്ല അപ്പം കിട്ടും. പക്ഷെ തണുപ്പുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശമാവൊക്കെ വെക്കണ പോലെ ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്.